മിക്ക 7-ാം അധ്യായത്തിന്റെ 5-6 വചനം. അയൽക്കാരനെ വിശ്വസിക്കരുത്, സ്നേഹിതരിൽ വിശ്വാസം അർപ്പിക്കരുത്, നിന്റെ മടിയിൽ ശയിക്കുന്നവളുടെ മുമ്പിൽ അധര കവാടം തുറക്കരുത്. പുത്രൻ പിതാവിനോട് നിന്ദയോടെ വർത്തിക്കുന്നു. പുത്രൻ പിതാവിനോട് നിന്ദയോടെ വർത്തിക്കുന്നു. മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായി തീരുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്താണ്. തിരുവെഴുത്തിന്റെ പ്രത്യേകത അതെല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ക്രിസ്ത്യാനിയാകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വചനത്തിന് പറയുന്ന പേരാണെന്ത്? തിരുവെഴുത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈശോയ്ക്കുണ്ടായ അതേ അനുഭവം ആർക്കുണ്ടാകും? യേശുവിന്റെ ശിഷ്യന്മാർക്കുണ്ട്. അവരെന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും, അവരെന്നെ സ്വീകരിച്ചെങ്കിൽ നിങ്ങളെയും സ്വീകരിക്കും. അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിച്ചിട്ടുണ്ടോ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. പ്രസലോഷം അഭിഷേകം കിട്ടുന്നതിന്റെ തെളിവാണ് ഈ സഹനമല്ല. ഹല്ലേലൂയ. ഇതിനെ നിങ്ങൾ നിരാശയോടെ കാണരുത്, നേരെ മറിച്ച് അവർ നിശബ്ദമായി സഹിക്കണം, നിശബ്ദത പാലിക്കുക. അതാണ് യെശയ്യാ 53:7 പറയും, കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും രോമം കത്രിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായി നിന്നു. ഹല്ലേലൂയ. ഈ സഹനം വരുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് പാലിക്കണം പറഞ്ഞ്? നിശബ്ദത പാലിക്കുക, നിശബ്ദത പാലിക്കുക. ഈശോ നിശബ്ദത. കാരണം വാ തുറന്നാൽ പിശാച് കയറി പിടിക്കും. വാ തുറന്നു കഴിയുമ്പോഴത്തേക്കും പിശാച് കയറി പ്രവർത്തിക്കും. നമ്മൾ പ്രതികാരം ചെയ്യാൻ പോയാൽ ഉടനെ പിശാച് പ്രവർത്തിക്കും. ഒന്നും സഹിച്ചു നിന്നാൽ മതി. കുറെ കഴിയുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറും. സഹനത്തിന്റെ സമയത്തൊരിക്കൽ നമ്മൾ നിരാശ, നിങ്ങൾ ആരെങ്കിലും ആട്ടെ, മാതാപിതാക്കളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, പ്രിയപ്പെട്ടവരാകട്ടെ, ആരാണ് നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥ കാണിച്ചിട്ടുള്ള വ്യക്തികളാകട്ടെ, അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ നേരിട്ടോ പരോക്ഷമായിട്ട് നമ്മളെ പീഡിപ്പിക്കുമ്പോൾ ഉടനെ നമ്മൾ അവർക്കെതിരെ തിരിയാനോ ഉടനെ നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ ഭയങ്കരമായ നിശബ്ദത പാലിക്കും. നിശബ്ദത പാലിച്ചാൽ മാത്രമേ അവനെ തോപ്പിക്കും. പിശാചിനെ തോപ്പിക്കണമെങ്കിൽ ഏറ്റവും വലിയ എളുപ്പമുള്ള വഴി നിശബ്ദത പാലിക്കുക. ഹല്ലേലൂയ. പിശാച് ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. 2 കവിടുത്തെ ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. നിങ്ങൾക്കൊരു അപവാദമൊക്കെ പറയും, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അപവാദമൊക്കെ പറയും. ഈ അപവാദം പറയുന്ന ആളുകളോട് നിങ്ങൾ പ്രതികരിക്കാൻ പോയേക്കരുത്. നിങ്ങൾ മിണ്ടാണ്ട് സഹിക്കുക. അത് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ആ സഹനത്തിന്റെ ഫലമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടും, അഭിഷേകം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ യോഹന്നാൻ 12:24 സംഭവിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിൽ അത് ഏറെ. അപ്പൊ ഈ സഹനം കഴിയുമ്പോഴാണ് നമ്മൾ വലിയ കൃപകൾ വരുന്നത്. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കും. നമുക്ക് ഈശോ അനുഭവിക്കാൻ പറ്റും. നമുക്ക് ഈശോയുടെ സ്നേഹം ഭയങ്കരമായിട്ട് കൂടും. ഈശോയോട് ഭയങ്കര അടുക്കും. നമ്മൾ ഈ സഹനം കഴിയുമ്പോൾ നമ്മൾ ആരോ അടുക്കും പറഞ്ഞേ? ഈശോയോട് ഒരുപാട് ഹൃദയം കൊണ്ട്